ഇന്ന് ചൂടൻ ചെമ്മീനാണ് കേട്ടോ ഞാൻ പ്രധാനമായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പുതിയ സഭയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ നമുക്ക് റെഡിയാക്കി വെക്കാം. പാലൊക്കെ മാറി വേണമെങ്കിൽ ഇടാം. 41 കുളത്തുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചൂടൻ ചെമ്മീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചൂണ്ടിട്ട് നോക്കാം. പാലില്ലെങ്കിൽ മാത്രമേ ഞാൻ ഇത് ഇറക്കുള്ളൂ. ഓക്കെ. പാലത്തിൽ വന്ന് പണി തുടങ്ങി കേട്ടോ. 10 ചൂണ്ട ഇറക്കിയിട്ടാ ഇൻട്രോ എടുക്കുന്നത്. അത് ഇറക്കുമ്പോൾ തന്നെ മീൻ അടിച്ചു വലിച്ചോണ്ടിരിക്കുക. ഇത്തിരി ലോങ്ങാണ്. ലൈവ് ചൂടൻ ചെമ്മീനാണ് കൊണ്ടുവന്നത്. ഞാൻ മറ്റേ സബിക്കുണ്ട് നമ്മുടെ കയ്യിൽ. അത് സബിക്ക് പായലിലൊക്കെ നോക്കി പായൽ ഇല്ലാണ്ടൊക്കെ സേഫായിട്ട് എനിക്കിപ്പോൾ ഇറക്കില്ല. ഇങ്ങോട്ട് ഓടി വരിക, റിട്ടേൺ വരിക, ഫ്രീ ആയിട്ട് ഓടി. വീടെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ മീൻ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. മതി 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 ഇവിടല്ലേ മതി ഇറക്കി വിട്ടാ. ആ വേറെയാണല്ലേ. ആ ഇവിടെ ബിജുവിനും മീൻ എടുത്തിട്ടുണ്ട് കേട്ടാ. ബിജുവും വലിക്കുന്നതാണ്. ഫസ്റ്റ് മീൻ തുടക്കം കുറിച്ച് അടിപൊളി അടിപൊളി. ഓക്കെ, നമ്മുടെ മീൻ കയറി കണ്ടോ കണ്ടാ. കാരണം ബിജുവിനും മീൻ അടിച്ച് വലിക്കുന്നത് കേട്ടാ. അങ്ങനെ നമുക്ക് 2 വറ്റ കിട്ടി കേട്ടാ. ബിജു മീൻ കയറണം വേണ്ട. ബിജുവിന് ഒരെണ്ണം വേണ്ട. ആ 2 എണ്ണം. അപ്പൊ സെയിമാണ് കേട്ടാ. സെയിമായിട്ടുള്ള ഒറ്റ. ഓക്കെ.
മേടിച്ചിട്ടില്ലേ നമ്മുടെ ലൈവ് കേട്ടോ. ഇവിടെ ജോസ് അവിടെ ചൂണ്ട വലിക്കുന്നുണ്ട് കേട്ടാ. മീൻ അടിച്ചിട്ടുണ്ടാന്നറിയില്ല, പുള്ളിനോട് വിളിച്ച് ചോദിച്ചിട്ട് കേൾക്കുന്നില്ല കണ്ട. അറിയില്ല, ജോസ് വലിക്കുന്നുണ്ട്. കട്ടിലേ കയറി ഇവിടെ കട്ടിലയും വറ്റയുമാണ് നമ്മുടെ ജോസിന് കയറി കേട്ടാ കേട്ടാ. അപ്പം നമ്മുടെ ജോസിന്റെ മീനാണ് കേട്ടാ. കട്ടിലയുണ്ട്, ഒരു വറ്റയുണ്ട്. ഓക്കെ ആ ഓക്കെ ഓക്കെ. പാലുണ്ടാ? പാല് നോക്കിയാ പാലുണ്ട്. ഇത് അരക്കിലോ ഉള്ളു. നല്ലൊരു ഒരു ചോദിച്ചു. ചെറിയ മീനാണ് തോന്നുന്നുണ്ടാ. ഭാരമായിട്ടുള്ള വഴി വരുന്നില്ല. കൂരിയാണെന്ന് പറയുമ്പോൾ കൂരിയാണെന്നാണ് തോന്നുന്നത്. കൂരിയുടെ വലിവാന്ന് തോന്നുന്നു. കൂട്ടുകാരനല്ലേ കൂരി. കണ്ടാ പൂരി തന്നെയാണല്ലോ അടിക്കുക. ഒരു പൂരി അവിടെ കിട്ടിയില്ല. വണ്ടി വെച്ചിരിക്കുന്ന അവിടെ നമ്മളവിടെ ബിജുവിനത് രണ്ടാം തവണയാണ് ഈ രണ്ട് വീതം വറ്റ കയറുന്നത്. അപ്പം എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. ജനേഷിനും കിട്ടിയിട്ടുണ്ട് ഒരു വറ്റ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൂണ്ടുകളിലൊക്കെ അവസാനിച്ച്. എനിക്ക് ഒരു 3 വറ്റ കിട്ടി. തെറ്റില്ലാത്ത വറ്റയാണ്. ഒരു 600-650 ഗ്രാമൊക്കെ ഉണ്ട്, തൂക്കമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ 4 പേരാണ് ചൂണ്ടിടാൻ പോയത്. ഞാൻ ഇവിടെ ജനേഷ്, ബിജു, ജോസ്, ഞങ്ങൾക്ക് 4 പേർക്കും മീൻ കിട്ടി കേട്ടോ. ശരിക്കും ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് ബിജുവാണ്. ബിജുവിനൊരു 6 വറ്റ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു 5-6 എന്തായാലും ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോസിനെ ഒരു പാൽക്കറ്റിലയും ഒരു വറ്റയും കിട്ടി. വറ്റ നല്ല ഒരു ഇതുമാതിരി ഒരു 3/4 കിലോ ഉണ്ടാവും തോന്നുന്നു വറ്റ. പാൽക്കറ്റില ഒരു 1/2 കിലോ അധികം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ജനീഷനും ഞങ്ങൾ പോരുമ്പോൾ ജനീഷിന് ഒരു വറ്റ കിട്ടിയിട്ടുള്ളത്. അത് നല്ല വറ്റയാണ്. അതൊരു 800-850 ഗ്രാം തൂക്കം ഉണ്ടാകുന്നത് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 പേര് പോയിട്ട് 4 പേർക്കും മീൻ കിട്ടി. 4 പേരും ഹാപ്പിയാണ്. ജോസ് വളരെ ഹാപ്പിയാണ്. ജോസിന് ഇന്നലെ മീൻ കിട്ടാൻ ഞാനൊത്തിരി
ഡള്ളായിരുന്നു. പിന്നെ പാൽക്കറ്റിലെയും വറ്റ കിട്ടിയപ്പോൾ വെരി ഹാപ്പി ആയിട്ടാണ് പോയേക്കണത്. അപ്പം നാളെയും നമ്മൾ വരും, ചൂടൻ ചെമ്മീനായിട്ട് വരും. കാര്യം ഇന്ന് നമുക്ക് മീൻ കിട്ടിയാനെ, കൂടുതൽ കിട്ടിയാനെ. കാര്യം ഇന്ന് ഭയങ്കര പായലിൻ്റെ ശല്യമാണ്. അത് കാരണം ചൂണ്ട ഇറക്കിയിട്ട് എല്ലാ നമ്മുടെ കുളത്തിലൊക്കെ ഈ പായൽ കയറി പിടിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. പായലിൻ്റെ ശല്യം എന്ന് പറയുമ്പോൾ അന്യായ പായലായിരുന്നു. നമുക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അത് ഇറക്കുമ്പോൾ തന്നെ പാൽ വന്ന് കയറി അതിനകത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് കൂടുതൽ വറ്റ കിട്ടിയാണ് കേട്ടോ. അപ്പം നാളെയും നമ്മൾ ചൂടൻ ചെമ്മീനായിട്ട് പോകും. ആരൊക്കെ വരുമെന്നറിയില്ല, എന്നാലും ഞാൻ നാളെ ഉണ്ടാവും, ബിജു ഉണ്ടാവും ഉറപ്പായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നതിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.